Welcome to today's class, dears. Today we are going to learn arrays in C++. An array is a collection of elements of same type placed in continuous memory locations. We know that the elements are always being stored in memory of the computer, right? So when we have to do something with homogeneous data or same type of data, same type of elements, if they are sitting in continuous memory locations, they are known as array. Array are used to store a set of values of the same type under a single variable name. ആ അറേയില് നമ്മൾ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ എലമെന്റ്സ്, ഇപ്പം ഇന്റീജേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഇന്റീജേഴ്സ് ആയിരിക്കും, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനത്തെ എലമെന്റ്സിനെ, ഒരേപോലുള്ള എലമെന്റ്സിനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അറേ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് കൊടുത്താലും നമുക്കറിയാം മെമ്മറിയിലാണല്ലോ എല്ലാം സേവ് ആവുന്നത്. സോ ആ മെമ്മറിക്ക് എല്ലാത്തിനും ഓരോ അഡ്രസ്സ് കാണും. ആ കണ്ടിന്യൂസ് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അറേയുടെ എലമെന്റ്സ് എല്ലായ്പ്പോഴും സ്റ്റോർ ആവുന്നത്. In an array, each element can be accessed using its position in the list and is called index number or subscript. അതിലെ ഓരോ അറേയും നമ്മൾ ആ പൊസിഷൻ പറയുന്നത് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഇപ്പം അറേ അതിനെല്ലായ്പ്പോഴും നമ്മൾ ആ സെറ്റ് ഓഫ് എലമെന്റ്സിന് ഒറ്റ പേര് തന്നെ ആയിരിക്കും. ഇപ്പം അറേ അതിന് ARR എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും XYZ എന്ത് വേണമെങ്കിലും എടുക്കാം. സോ ARR 0 സബ്സ്ക്രിപ്റ്റിൽ 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് എലമെന്റ്, 1 ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സെക്കൻഡ് എലമെന്റ്, 2 ആകുമ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ തേർഡ് എലമെന്റ്, അങ്ങനെ പോകും. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു അറേയെ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അറേസ് പലതരമുണ്ട്. നമുക്കിപ്പോൾ ആദ്യം 1 ഡയമെൻഷണൽ അറേ കാണാം. 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു സിംഗിൾ റോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സിംഗിൾ കോളം ആയിരിക്കും. അതാണ് ഒരു 1 ഡയമെൻഷണൽ അറേ. That is, it is 1 dimensional array or single dimensional array is a type of linear array. Accessing its elements involves a single subscript which can be either a row or a column. ഒറ്റ സബ്സ്ക്രിപ്റ്റേ കാണത്തുള്ളൂ. അത് ഒന്നുകിൽ ഒരു റോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോളം ആയിരിക്കും. അതാണ് 1 ഡയമെൻഷണൽ അറേ. ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, ഒരു നേരെ ഒരു റോ ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു കോളം ആയിട്ടിരിക്കും. അതാണ് 1 ഡയമെൻഷണൽ അറേ. അറേ ഡിക്ലറേഷൻ, അതായത് 1 ഡയമെൻഷണൽ അറേയെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ്, അറേയുടെ പേര്, അതാണ് അറേ നെയിം, ആൻഡ് സൈസ് ഓഫ് ദ അറേ. അത് എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം, സൈസ് എപ്പോഴും. ഓക്കെ, ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇന്റ് ഡേറ്റ ടൈപ്പ് നം എന്നുള്ളതാണ് അറേയുടെ പേര്, 10 ആണ് അറേയുടെ സൈസ്. നമ്മളത് സെമി കോളൻ വെച്ച് എൻഡ് ചെയ്യണം ആ സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണ് ഇപ്പൊ ഇവിടെ ഒരു അറേ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നം 0 കണ്ടോ, ഫസ്റ്റ് എലമെന്റ്, ഇത് സെക്കൻഡ് എലമെന്റ്, ഇത് തേർഡ് എലമെന്റ്, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാകുമ്പോഴത്തേക്കും n-1th എലമെന്റ് ആയിരിക്കും വരുന്നത്. 10 എലമെന്റ് ഉണ്ട്, 0 മുതലായതുകൊണ്ട് നം 9 വരെ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇത് 10 എലമെന്റ് വരും. ഓക്കെ, സോ ഡിക്ലറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ സിന്റാക്സ് വി ഹാവ് ടു നോ. അടുത്തത് അറേ ഇനിഷ്യലൈസേഷൻ. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനിഷ്യലൈസേഷൻ ഡിക്ലറേഷനും ഒക്കെ പഠിച്ചില്ലേ. സോ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at the starting itself you are telling what is the starting value of that. Sum is equal to 0, factorial is equal to 1. അങ്ങനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ അറേയ്ക്കും നമുക്ക് ആദ്യമേ തന്നെ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് array elements can be initialized in their declaration statements in the same manner as in the case of variables, except that the values must be included in braces. വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ int mark 5 കണ്ടോ, ഇപ്പൊ ഇവിടെ 5 ആണ് സൈസ്. സോ ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റിന്റെ അകത്തിൽ 5 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ക്യാരക്ടർ ഫ്രൂട്ട് 5. സോ ഇപ്പൊ ഇവിടെ ആപ്പിൾ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മളിവിടെ സിംഗിൾ കോട്സിനകത്തിൽ ഓരോ എലമെന്റ്സിനെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇതാണ് അറേ ഇനിഷ്യലൈസേഷൻ. സിംഗിൾ ഡയമെൻഷണൽ 1 ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും നമ്മളിപ്പം പഠിച്ചു. Here's an example for 1 dimensional array.
program to find sum of 5 numbers using array. 5 numbers you are reading and then you are adding it and you are printing the sum. So hash include namakku ivida int main where namakku as usual you have to write. Then integer declare chedu, that is array ne nammal variables ne nammal declare chedu integer data type int data type aayittu arr 5. 5 is the size and arr is the name of the array. I is the for loop variable. Sum is the variable where the result is being stored and it is initialized as 0. Okay. Enter the numbers print chedu varum. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ ലൂപ്പിൽ I is equal to 0, I less than 5. നമുക്ക് 5 നമ്പർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ അവരെ റീഡ് ചെയ്യുക, അവരുടെ സം പ്രിന്റ് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് 0യിൽ തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് 4 എലമെന്റ്സ് വരെ മതി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലെസ് ദാൻ 5 എഴുതിയിരിക്കുന്നത്. സോ ആദ്യമേ ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ ARRI, that is first number വാങ്ങിക്കും, ARR 0. It will read the first element. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Sum basically initially it was 0. Add ചെയ്തിട്ട് result sumമിൽ print ചെയ്യും. Again it will come up. I-യുടെ value increase ചെയ്യും. It will become 1. So ഇവിടെ 1 substitute, that is the second value. അങ്ങനെ ഇത് rotate ചെയ്ത് it will going on adding, keep on adding, and then എപ്പോഴാണോ അത് 5 ആവുന്നത് it will exit the loop and print the value of sum. Okay. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. Enter the numbers എന്ന് വരും. /n കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ലൈനിൽ കഴ്സർ വന്ന് നിൽക്കും. അവിടെ യു ഹാവ് ടു എൻറ്റർ ദ വാല്യൂസ്. അത് കഴിഞ്ഞ് താഴെ യു വിൽ ഗെറ്റ് ദ സം. ഓക്കെ. സോ ദിസ് ഹൗ സം ഓഫ് 5 നമ്പേഴ്സ് യൂസിങ് അറേ. n നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ARR ഓഫ് എന്തെങ്കിലും ഒരു ലിമിറ്റ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഇവിടെ ലിമിറ്റ് കൊടുക്കണം. പക്ഷെ നമ്മളിവിടെ n-ന്റെ വാല്യൂം നമ്മൾ റീഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ I less than 5-ന്റെ അവിടെ you have to give n. Okay. ഇവിടെ program to print set of numbers in ascending order. നമ്മളിപ്പോൾ ascending orderൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. 1 2 3 4 അതാണല്ലോ ascending order. അതിനു വേണ്ടിയിട്ട് hash include IOStream using namespace int main. After that int I is a counter. ഇവിടെ നമ്മൾ ഒരു കൗണ്ടറും കൂടെ, അതായത് ഒരു ഫോർ ലൂപ്പും കൂടെ വേണ്ടി വരും. J എന്ന് പറയുന്ന ഒരു ഫോർ ലൂപ്പും കൂടെ വേണ്ടി വരും. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതാണ് N. Temp എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ARR of 15. This is the array. Okay, ARR is the name and 15 is the size. ഇപ്പോൾ ഇവിടെ 15 സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 15 എലമെന്റ്സ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ 15 എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. അതായത് എനിക്ക് 0 മുതൽ 14 നമ്പേഴ്സ് വരെ, അതായത് ടോട്ടൽ 15 നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യത്തക്ക പോലെ ഉള്ള അറേ ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഷുഡ് ബി ഓൾവേസ് വിത്തിൻ ദിസ് 0 മുതൽ 14, അതായത് ടോട്ടൽ 15 എലമെന്റ്സ് വരെ, മാക്സിമം 15 എലമെന്റ്സ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ഇവിടെ സൈസ് വി ഹാവ് മെൻഷൻഡ് ആസ് 15. ഓക്കെ. സോ എൻറ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. സി ഇൻ n. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എൻറ്റർ ചെയ്തു. ഇനി എൻറ്റർ ദ എലമെന്റ്സ്. ഇനി 1 by 1 യു ആർ ഗെറ്റിംഗ് ദ എലമെന്റ്സ്. ഫോർ ദാറ്റ് ലൂപ്പ് ഓപ്പൺ ചെയ്തു. കണ്ടോ, I is equal to 0, I less than n, I plus plus, C in ARR of I. ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ വാങ്ങും. നമ്മൾ n-ന്റെ വാല്യൂ എന്താണോ ഇവിടെ കൊടുക്കുന്നത് അത്രയും പ്രാവശ്യം ലൂപ്പ് റൊട്ടേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത്രയും വാല്യൂസ് നമ്മളിവിടെ വാങ്ങും. അത് കഴിഞ്ഞിട്ട് ഹിയർ കംസ് ദ പ്രോസസ്. ഇതാണ് നമ്മുടെ പ്രോസസ്. For I is equal to 0, I less than n, I plus plus. That is first loop. Then for j is equal to I plus 1, j less than n, j plus plus. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ലൂപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് നമ്പേഴ്സ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അവരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ആദ്യത്തെ നമ്പറിനെ എടുക്കും, അതിനെ രണ്ടാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും, മൂന്നാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും, നാലാമത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ എപ്പോഴാണോ നമ്മൾ അങ്ങോട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എടുത്ത ആദ്യത്തെ നമ്പറിനേക്കാളും ചെറിയ ഒരു സ്മോൾ നമ്പർ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ചെറിയ നമ്പറിനെ നമ്മൾ
സ്മോൾ നമ്പറിനെ നമ്മൾ മാറ്റി വെക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഐയുടെ അതായത് ഫസ്റ്റ് വാല്യൂവിനെ വെച്ചിട്ട് നമ്മൾ താഴോട്ടുള്ള എല്ലാ നമ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ ദ സൈഡ് അല്ലെ. സ്മോളസ്റ്റ് നമ്പറിനെ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അത് മാറ്റി അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ സെപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് നമ്പർ, രണ്ടാമത്തെ നമ്പർ എടുക്കും. രണ്ടാമത്തെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെയും ഇതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് നമ്പർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. ആ കൂട്ടത്തിൽ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നോക്കിയേ. ഫോർ i is equal to 0, i less than and i plus plus, j is equal to i plus 1. കണ്ടോ, i 0 ആവുമ്പം j എന്ന് പറഞ്ഞാൽ i plus 1. അപ്പൊ ഇവിടെ നമുക്ക് i 0 ആയപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി, i plus 1 ആയപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടി. കണ്ടോ. സോ ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണം. ഇഫ് ARR ഓഫ് i ഗ്രേറ്റർ ദാൻ ARR ഓഫ് j ആണെങ്കിൽ, അതായത് i എന്നുള്ള ആ ഒരു വാല്യൂ j എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിലും വലുതാണെങ്കിൽ, നമുക്ക് സ്മോൾ നമ്പറിനെയാണ് മാറ്റേണ്ടത്. വലുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, ഇവരെ രണ്ടുപേരെ അല്ലെ. ചെറിയ വാല്യൂ ഫ്രണ്ടിൽ വരണം, അങ്ങനെയാണല്ലോ. അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഒരു സമയത്ത് ഒരു വേരിയബിളിനകത്തിൽ ഒരു വാല്യൂ മാത്രമേ സേവ് ആവത്തുള്ളൂ. സപ്പോസ് a is equal to, നമ്മളിപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നിങ്ങൾ 5 ഇട്ട് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എക്ക് 6 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, 5 ഇതിനകത്ത് നിന്ന് മാറും. 6 ആയിരിക്കും ഇവിടെ വന്ന് എക്കകത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം എയുടെ വാല്യൂ നിങ്ങൾക്ക് ബിയുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൾവേസ് എക്കകത്തിൽ ഒരു വാല്യൂ കിടപ്പുണ്ട്, ബിക്കകത്തിൽ വേറൊരു വാല്യൂ കിടപ്പുണ്ട്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എയുടെ വാല്യൂ നമ്മൾ ആദ്യം ബിക്കകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ അങ്ങ് പോകത്തില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ബിയുടെ വാല്യൂവിനെ നമ്മൾ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കണം. അല്ലെ എയുടെ വാല്യൂവിനെ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വേറൊരു വേരിയബിളിനകത്ത് ഇതിനെ സൂക്ഷിച്ചു വെച്ച ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. temp is equal to ARR of i. നമുക്കറിയാം അസൈൻമെന്റ് ആവുമ്പം റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ആണ് സ്റ്റോർ ആവുന്നത് ആണല്ലോ. അപ്പൊ ARR of i എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ temp എന്ന് പറയുന്ന വേരിയബിളിനകത്തിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഓവർലാപ്പ് ചെയ്ത പ്രശ്നമില്ലല്ലോ, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി കെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഐ ഹാവ് ഓൾറെഡി സേവ്ഡ് ഇറ്റ് ആൻഡ് അണ്ടർ ദ നെയിം temp അവിടെ വെച്ചു. ഇനി ARR ഓഫ് ജെയുടെ വാല്യൂവിനെ ARR ഓഫ് ഐയിലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ ഓവർലാപ്പ് ചെയ്യണ്ട, ബിക്കോസ് ARR ഓഫ് i is all now it is in the safest condition. ഓക്കെ, അപ്പൊ നമ്മൾ ജെയുടെ വാല്യൂവിനെ ഐയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടെമ്പിൽ എന്താ നമുക്കുള്ളത്, ടെമ്പിൽ വി ആർ ഹാവിംഗ് ARR ഓഫ് i, റൈറ്റ്. ആ വാല്യൂവിനെ നമ്മൾ ARR ഓഫ് ജെയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തേ കണ്ടോ. അപ്പൊ ARR ഓഫ് ജെ രണ്ടാമത്തെ വാല്യൂ ആദ്യത്തെ വാല്യൂവിന്റെ സ്ഥലത്ത് വന്നു, ആദ്യത്തേത് രണ്ടാമത്തേന്റെ അടുത്ത് വന്നു. ഇത്രയും സ്റ്റെപ്സ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സി ഔട്ട് അസെൻഡിങ് ഓർഡർ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യണം, ഓരോ വാല്യൂവിനെയും പ്രിന്റ് ചെയ്യണം. ഫോർ അഗെയിൻ ഗോ ടു ദ ലൂപ്പ്, i is equal to 0, i less than and i plus plus, സി ഔട്ട് ARR ഓഫ് i. അപ്പൊ നമ്മൾ അത് പ്രിന്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് ടെക്നിക്. ഇത് അസെൻഡിങ് ഓർഡർ ആണ്. ഇതിൽ ഡിസെൻഡിങ് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈൻ മാത്രം നിങ്ങൾ ഇവിടെ ഉള്ള ഈ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. മേക്ക് ഇറ്റ് less than sign, the program will be for descending order. So both are important, sorting, ascending order and descending order. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അടുത്തത് 2-dimensional array, 2D array. അതിന് വേണ്ടി എന്താ വരും, റോയും വരും, നമ്പർ ഓഫ് റോ ആൻഡ് നമ്പർ ഓഫ് കോളംസ് വരും. നമ്മുടെ മെട്രിക്സ് അതാണ് 2-dimensional array. ഓക്കെ, സോ അവിടെ നമ്മൾ മറ്റേത് നമ്മൾ ഒരു സ്ക്വയർ ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഇൻറ്റ് രണ്ടെണ്ണം വരും. ഫസ്റ്റ് വിൽ റെപ്രസെന്റ് ദ റോ ആൻഡ് സെക്കൻഡ് വിൽ റെപ്രസെന്റ് ദ കോളം. ഇത് വേറെ ഒരെണ്ണം. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. has types such as int square bracket square bracket. First square bracket will include the number of rows and second will include the number of columns. Okay, so ഇതാണ് അതിന്റെ array declaration. 2-dimensional arrayയുടെ data type
array name, number of rows and number of columns. Here comes the example, int arr of 2, 3. That is 2 rows and 3 columns. This is array initialization. 2, 3 are there. ആദ്യത്തേന്റെ അപ്പം 2 റോയും 3 കോളും അങ്ങനല്ലേ. So this is the first set and this is the second set. ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവരെ സെയിം ഒറ്റ ബ്രാക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. This is array initialization. രണ്ടിന്റെയും initialization declaration നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ നമ്മൾ program to create a matrix with m rows and n columns. Just we are creating it. Okay. So hash include using namespace int main. അത് കഴിഞ്ഞിട്ട് int I j loop ന്റെ വേരിയബിൾ m n അതായത് number of rows m ഉം number of columns n ഉം. And then this is the matrix at 10 10. അതായത് mat എന്ന് പറയുന്നത് പേരാണ്. 10 number of rows and 10 number of columns. See out enter the number of rows m ന്റെ value, enter the number of columns n ന്റെ value. Next you have to get the elements. For that come inside the loop. For I is equal to 0, I less than m, I plus plus, j is equal to 0, j less than n, j plus plus. Okay. So അപ്പം ആദ്യമേ 0th j യും സോറി 0th 0 0 ഫസ്റ്റ് വാല്യൂ നമുക്കറിയാം. മാട്രിക്സിൽ നമ്മൾ എപ്പോഴും എങ്ങനെ എഴുതുന്നത് 0 0. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് പറയുന്നത് 0 0 and then comes 0 1 അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത് 0 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതും 1 0 ഇങ്ങനെയല്ലേ നമ്മൾ ഒരു മാട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ഇത് അക്സെപ്റ്റ് ചെയ്തോളും. ഓക്കെ. സോ I is equal to 0, I less than m, I plus plus. ഇവിടെ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. സീൻ മാട്രിക്സ് ആണ് നമ്മുടെ പേര്, ഐ ജെ ആണ് നമ്മുടെ റോയും കോളം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവാണ് സി ഔട്ട് മാട്രിക്സ് ഈസ്. സോ അതേപോലെ തന്നെ I is equal to 0, I less than m, I plus plus. ഇവിടെ സി ഔട്ട് എൻഡൽ എന്ന് പറഞ്ഞാൽ \n ന്റെ എഫക്റ്റ് തന്നെയാണ് ന്യൂ ലൈൻ. അപ്പോൾ ഓരോ റോ കഴിയുമ്പോൾ ഓരോ ലൈൻ എഴുതി കഴിയുമ്പോൾ അടുത്തത് ന്യൂ ലൈനിൽ വരണം എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ എൻഡൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് for j is equal to 0, j less than n and then values പ്രിന്റ് ചെയ്യും. ഇവിടെ /t കൊടുത്തിട്ടുണ്ട്. /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിന്റെ എഫക്റ്റ് ആണ്. നമുക്കറിയാം നമ്മളുടെ കീബോർഡിൽ ഒരു ടാബ് കീ ഉണ്ട്. ടാബ് കീ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ കഴ്സർ പൊസിഷൻ ഒരു പൊസിഷനിൽ നിന്നും 4 സെൽ ജമ്പ് ചെയ്ത് അടുത്ത സ്ഥലത്ത് വരും. ഒരു അകലം വരാൻ വേണ്ടി ഈക്വൽ ആയിട്ട് ഒരു ഗ്യാപ്പ് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടാബ് സെറ്റ് ചെയ്യും. അതിനുള്ളതാണ് ഈ /t. n പോലെ തന്നെ /t and then return 0. So this is how to accept a matrix and then or to input a matrix and then to print that matrix in the matrix format. Okay. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നമ്മളിപ്പം കണ്ടത് 1-dimensional array and 2-dimensional array. Now what is multi-dimensional array? That's 2-dimensional is also it also comes under multi-dimensional array. Okay. So അപ്പോൾ അവിടെ നമുക്ക് പറയുമ്പോഴത്തേക്കും സൈസ് എത്ര n സൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് in C++, multidimensional arrays can be defined as array of arrays. Data in multidimensional arrays are stored in tabular form. Row major orderലായിരിക്കും അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്പ് യു ഹാവ് ടു സേ array name as usual. ഇവിടെ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. നമുക്ക് മൾട്ടി ഡയമെൻഷണൽ ആണ് അല്ലെ. സോ എത്ര ഡയമെൻഷണൽ ആണെന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് നമുക്ക് അത്രയും സൈസ് അവിടെ മെൻഷൻ ചെയ്യണം. അത്രയും സൈസ് പഴയതുപോലെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് എത്ര ഡയമെൻഷണൽ ആണോ വേണ്ടത് അതനുസരിച്ച് അത്രയും സൈസ് നമ്മളിവിടെ കൊടുക്കുക. ഇതിൽ നമുക്കറിയാം ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരിയബിളിന്റെ കാറ്റഗറി ആണ് പറയുന്നത്. array name of the array and size 1 to size n, sizes of the dimensions. Okay. So ഇങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷണൽ array നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 2-dimensional array int 2-dimensional 10 20 row and column. 3-dimensional array ആകുമ്പോഴത്തേക്കും 3 സൈസ് 3-dimensional അല്ലേ. So 3D array. So this is the size. ഇങ്ങനെയാണ് നമ്മൾ ഒരു multi-dimensional arrayയുടെ ഡിക്ലറേഷൻ ചെയ്യുന്നത്. Okay.
ഇവിടെ total number of elements എങ്ങനെ calculate ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് int mat 5 10. That means the total number of elements will be 5 into 10 50. Right. ഇവിടെ 5 multidimensional 3 dimensional വന്നപ്പോഴത്തേക്കും 5 10 and 20. So total number of elements will be 5 into 10 into 20. Okay. So this is the way how the number of elements can be written. അപ്പോൾ നമുക്ക് ഇവിടെ initialization ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ 2 dimensional ചെയ്ത പോലെ തന്നെ you have to mention the size here എന്നിട്ട് അത്രയും values നമ്മൾ curly bracketന്റെ ഉള്ളിൽ കൊടുത്താൽ മതി. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചത് 1 dimensional array കണ്ടു അതിന്റെ declaration and initialization, 2 dimensional array declaration and initialization, and in general we understood what is multi-dimensional array and how to declare and initialize it. And example programs നമ്മൾ കണ്ടു. Hope the topic was clear for you. Thank you.